ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗൗൺസിക്കൊക്കെ ഇടാൻ മാച്ച് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ. അപ്പം നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ക്രിമ്പ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ക്രൗൺ ഏരിയയിലും ഫ്രണ്ട് പോർഷനിലും മാത്രമാണ് ക്രിമ്പ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ക്രിമ്പ് ചെയ്യാം, പക്ഷേ ഞാൻ ടൈം തികയാത്ത കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബാക്ക് ബണ്ണായ കാരണം ഈ ഹെയർ സ്റ്റൈലിന് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പോർഷനിലും ക്രൗൺ ഏരിയയിലും മാത്രമാണ് ക്രിമ്പ് ചെയ്തത്. അപ്പോൾ ക്രിമ്പ് ചെയ്യാൻ കുറച്ച് ഞാൻ സ്പീഡിലാണ് ചെയ്തത്, പെട്ടെന്ന് ഹെയർ സ്റ്റൈൽ തീർക്കാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്ഷനിൽ ക്രിമ്പ് ചെയ്യാട്ടോ. മെല്ലെ നമ്മൾ ക്രിമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ ഹെയറിൻ്റെ റൂട്ടിൻ്റെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാൻ. അതാണ് കുറച്ചുകൂടി ഹെൽത്തി, ഹെയറിന് ഹെൽത്തി അതാണ്. അപ്പം ഞാൻ എന്താ ഫുള്ള് 2 ഏരിയയിൽ നന്നായിട്ട് ക്രിമ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ ക്രൗൺ ഏരിയയിലും ക്രിമ്പ് ചെയ്തു. ക്രിമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഐക്കോണിക്കിൻ്റെയാണ് കേട്ടോ ഈ ക്രിമ്പർ. അപ്പം നല്ല ബ്രാൻഡ് നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ക്രിമ്പ് ആവില്ല, പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡായി പോകും. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞപ്പോൾ ആ ക്രൗൺ ഏരിയയിലും ക്രിമ്പ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ക്രിമ്പ് ചെയ്തു. ഇങ്ങനെയല്ല, ശരിക്കും നന്നായിട്ട് പെർഫെക്ഷനിൽ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഹെയർ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ സെൻറ്റർ പോർഷൻ എടുത്തു. പിന്നെ സെൻറ്റർ പോർഷൻ ചെയ്യുന്നതിന് ശേഷം ഞാൻ ബാക്ക് ബൺ ചെയ്യാണ്. ബാക്ക് ബണ്ണല്ല, ബാക്ക് പഫ് ചെയ്യാണ്. ക്രൗൺ ഏരിയയിൽ പഫ് ചെയ്യാണ്. പഫ് ചെയ്യുമ്പോൾ നമ്മളൊരു പൗഡർ യൂസ് ചെയ്യണം. അത് നിർബന്ധമില്ല, പക്ഷെ കുറച്ചും കൂടിയും നമുക്ക് ബാക്ക് കോമ്പൊക്കെ ചെയ്യുമ്പോൾ പഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനുശേഷം നന്നായി ബാക്ക് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൗഡർ ഇട്ടിട്ട് ബാക്ക് കോമ്പ് ചെയ്യണം. ബാക്ക് കോമ്പ് ചെയ്താൽ മാത്രമാണ് പൊന്തി നിൽക്കുള്ളൂ, നമുക്ക് നന്നായിട്ട് പഫായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിതാ പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് കോമ്പ് ചെയ്തു. 2 സെക്ഷനായിട്ടാണ് ഞാൻ എടുത്തത്. എത്ര സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ 2 സെക്ഷനായിട്ട്, സെക്ഷൻ കൂടുന്നോറും പഫ് കൂടും. കുറച്ചും കൂടി പൊന്തി നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ലെയേഴ്സ് ആയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ എനിക്ക് ക്രൗൺ ഏരിയയിൽ മുടി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ലെയറാക്കി എടുത്തത്. എന്നിട്ട് ഞാൻ സ്ലൈഡ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഇത്ര പഫ് ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. കുറച്ചും കൂടി പഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പൊന്തിക്കാം നമുക്ക്. ഞാൻ അത്ര പഫ് വേണ്ട വെച്ചിട്ടാണ്. അതിന് ശേഷം ഞാൻ ഫ്രണ്ട് പോർഷനിൽ 2 പാർട്ടീഷനായിട്ടാണ് ചെയ്തത്. അതായത് ബ്രൈഡാണ് ചെയ്യുന്നത്, അപ്പോൾ 2 പാർട്ടീഷനായിട്ട് ഞാൻ ചെയ്യാണ് ചെയ്തത്. ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. ഹെയർ എക്സ്റ്റൻഷൻ ഏതൊരു ബ്രാൻഡാണത് എനിക്കറിയില്ല, ഏതൊരു ബ്രാൻഡാണ്. കുറച്ച് ഗേൾസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ബാക്കിൽ കൊടുക്കുകയാണ്. ഹെയർ എക്സ്റ്റൻഷൻ കൊടുക്കാൻ കാരണം മുടി ലെങ്ത് ഇല്ലെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടിയും തിക്കായിട്ട് തോന്നും ബണ്ണൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ശേഷം ഞാൻ ബ്രൈഡ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ 2 പാർട്ടീഷനായിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര പാർട്ടീഷൻ വരെ നമുക്ക് എടുക്കാം, നമ്മുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് പാർട്ടീഷൻ എടുക്കാം. എൻ്റെ മുടി തിക്ക് കുറവായതുകൊണ്ട് ഞാൻ 2 പാർട്ടീഷനാണ് എടുക്കുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ബ്രൈഡ് ചെയ്യാണ്. 2 സെക്ഷനിലായിട്ട് ബ്രൈഡ് ചെയ്യാണിത്. താഴെ വരെ ഞാൻ ബ്രൈഡ് ചെയ്യുന്നുണ്ട്. താഴെ വരെ മീൻസ് ആ ഹെയറിൻ്റെ താഴെ വരെ ഞാൻ ബ്രൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ എടുത്ത ആ ഹെയറില്ലേ അതുവരെ ഞാനിങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ അടുത്ത കുറച്ച് ഹെയർ കൂട്ടിയിട്ടാണ് ബ്രൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ബാക്ക് ബണ്ണ് ചെയ്യുമ്പോൾ അതിൽ കവർ ചെയ്യുമ്പോൾ ആ ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ അടി വരെ നമ്മൾ ബ്രൈഡ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കണം. അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ ബ്രൈഡ് ചെയ്യുക. അപ്പം എൻ്റെ കയ്യിലുള്ള ഹെയർ അല്ലാതെ കുറച്ചുകൂടെ നമ്മൾ എക്സ്റ്റൻഷൻ ഉണ്ടാവുമല്ലോ, എക്സ്റ്റൻഷനിൽ കൂടെയും കൂട്ടിയിട്ട് നമ്മൾ ബ്രൈഡ് ചെയ്യണം. അതിനുശേഷം അത് നന്നായിട്ട് 2 സൈഡും ഇതുപോലെ ആക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് ചെയ്യണ കാണിക്കണുള്ളൂ. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ബ്രൈഡ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇത് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല അടുത്ത സൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കുത്തിയതാണ്. സ്ലൈഡ് കുത്തേണ്ട, ഹെയർ സ്റ്റൈൽ വേറെ ടൈപ്പാണ്. ഞാനത് അടുത്ത സെക്ഷനിൽ ചെയ്യുമ്പോൾ അത് അഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡ് കുത്തിയതാണ്. അതിനുശേഷം നമ്മൾ ബാക്കിൽ നമ്മളൊരു ബണ്ണ് വെച്ചിട്ട് കെട്ടുക. പിന്നെ അടുത്ത ഈ ബണ്ണ് വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ഹെയർ ഇങ്ങനെ മുടി താഴത്ത് നോക്കിയിട്ട് ബൺ ചെയ്യാണ് നല്ലത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ബാക്കി വരുന്ന ഈ ഹെയർസ് മടയണം. അത് നന്നായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രൈഡ് ചെയ്തിട്ട് ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന മൊത്തം എത്ര ഹെയർ ഉണ്ടോ അത് മൊത്തം ബ്രൈഡ് ചെയ്യാണ് ചെയ്യുന്നത്.
ഇതുപോലെ ഇങ്ങനെ ഹെയർ ബ്രൈഡ് ചെയ്ത് ചുറ്റി വെക്കണം. അത് കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ലൂസാക്കാനൊക്കെ മറന്നതാണ്. ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ ബ്രൈഡ് ചെയ്യുക, എന്നിട്ട് സ്ലൈഡ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ ബ്രൈഡ് സ്ലൈഡ് ആയിട്ട് കുത്തുമ്പോൾ യൂപ്പിന് യൂസ് ചെയ്യാൻ നല്ലത്. യൂപ്പിന് ആകുമ്പോഴാണ് കുറച്ചും കൂടി ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. സാധാ നമ്മളെ കയ്യിലുള്ള സ്ലൈഡ് ഇരിക്കില്ല. യൂപ്പിന് ആകുമ്പോഴാണ് തീരെ അഴിയാതിരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കേളിയാണ്. ഫ്രണ്ട് പോർഷനിൽ ഞാൻ കേളിയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ചെയ്തിടണമെങ്കിൽ സ്ട്രൈറ്റ് ചെയ്തിടാം. എനിക്ക് കേളാണ്, ഞാൻ ഗൗണാണ് ഇടാൻ പോണത്, അതുകൊണ്ട് ഞാൻ കേളി ചെയ്തിട്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കേളിതിടാം. നിങ്ങൾക്ക് എൻ്റെ ഉള്ളത് മിനി കളറാട്ടോ. മിനി കളർ വെച്ചിട്ടും ചെയ്യാം, സാധാ കളർ വെച്ചിട്ടും ചെയ്യാം. അതിന് ശേഷം ഇത് എൻ്റെ സാധാ സ്ലൈഡാണിത്. അതിൽ ഞാൻ പേഴ്സ് കുത്തിയിട്ട് ഞാൻ എൻ്റെ വക ഉണ്ടാക്കി. അപ്പം ഞാൻ ഒരു ക്രിയേറ്റ് ചെയ്തൊരു സ്ലൈഡാട്ടോ. അതായത് ഞാൻ നിങ്ങൾക്ക് അപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പേഴ്സ് ഒട്ടിക്കണത് കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തതാണിത്. അതാണ് ഒരു സ്ലൈഡിൻ്റെ ഇത് കാണുന്നത്. ഞാൻ വെറുതെ ഒരു വീഡിയോക്ക് ചെയ്യുമ്പോൾ ഒരു ഇതിന് കാണിച്ചതാണ്. നിങ്ങൾക്ക് പേഴ്സ് വാങ്ങിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ഗൗണിലേക്കാണ് ഞാനിത് ചെയ്തത്. ബാക്കിലും ഇതുപോലെ പേഴ്സ് ചെയ്തിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.